ഞാനൊരു ദൈവട ഉണ്ടാക്കാനുള്ള ഉഴുന്ന് അരയ്ക്കുവാണ്. ഒരു 1/2 കിലോ മാവിന് വേണ്ടിയിട്ട് 1/4 കിലോ ഉഴുന്നിട്ട് കൊടുക്കും. കളഞ്ഞ പയറുപരിപ്പാണ് ഒരു 50 ഗ്രാം ഇടാം. 1/2 കിലോ മാവിന് വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഉലുവയും കൂടെ എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ കഴുകി കുതിർക്കാൻ വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. നല്ലപോലെ കഴുകി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വയ്ക്കാം. ഗ്രൈൻഡറിലോ മിക്സിയിലോ അരയ്ക്കാവുന്നതാണ്. ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അധികം വെള്ളം ആവരുത് അരയ്ക്കുമ്പോൾ ഒരു പരുവത്തിന്. അങ്ങനെ അരച്ച് കാണിച്ചു തരാതെ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ദൈവടയ്ക്കുള്ള, അതായത് തൈര് വടയ്ക്കുള്ളത് ഉഴുന്നെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. നമുക്കത് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലിപ്പോൾ ഉഴുന്നരച്ചാണ്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അരയ്ക്കുക. 1/4 കിലോ ഒന്നിച്ച് പോവേ. ഗ്രൈൻഡറിലാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടും. ദൈവടയുടെ ഉഴുന്ന് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ശകലം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ഉഴുന്ന് വടയുടെ ഒത്തിരി ടൈറ്റ് വേണ്ട, ശകലം ലൂസിൽ അരച്ച് കൊടുക്കണം. ഇതെൻ്റെ ഒരു സൈഡ് ബിസിനസ്സാണ്. ഞാനൊരു ചെറിയ ബിസിനസ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അരിമാവിൻ്റെയും ഇതും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികളാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. ഇത് 1/4 കിലോ ഉഴുന്നിൻ്റെയാണ്. 1/2 കിലോ മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. 1/4 കിലോ ഉഴുന്ന്, ഒരു 50 ഗ്രാം ചെറുപയർ പരിപ്പ്, ഒരു നുള്ളു ഉഴുന്ന് നല്ലപോലെ അരയ്ക്കണം. നല്ലപോലെ അരച്ചാൽ ഇതിനു മുമ്പ് ഞാൻ ദൈവട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മാവ് എങ്ങനെ അരയ്ക്കുന്നത് കാണിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ കുറേശ്ശെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുക്കുകയും ചെയ്യാവും. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കരുത്. അല്ലെങ്കിൽ ഉഴുന്ന് അവിടെ ഇവിടെ പറ്റി അരയാതെ വരുവേ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തളിച്ച് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ മാവ് നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഉണ്ടോ? ഉഴുന്ന് വടയേക്കാളും ഇച്ചിരി കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടുമ്പോൾ എന്തേ ഇങ്ങനെ വരും. ഉഴുന്ന് വടയുടെ കൂട്ട് അത്ര കട്ടി വേണ്ട, ഇച്ചിരി ലൂസ്. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വാരിയെടുക്കാം. എല്ലാം വാരിയെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ എങ്കിലും ഉണ്ട്. 1/4 കിലോ മാവിന് 1/4 കിലോ ഉഴുന്നിന് അരച്ചെടുത്താണ്. ഇതുപോലെ ഇത്രയും ലൂസേ ആവും, അധികം ആവും. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കത്ത രീതിയിൽ ഉണ്ടാകും. ഇത് നല്ലതാണ്. ദൈവട ചൂട് സമയത്തൊക്കെ തിന്നാൻ നല്ല, ശരീരത്തിനുള്ള തണുപ്പും കിട്ടും. നല്ലൊരു ഒരു 15 മിനിറ്റിനകം നമുക്ക് അരച്ചെടുക്കാം. ഇത് പെട്ടെന്നാണ് അരയ്ക്കുക. അരി അരയ്ക്കുന്ന അത്രയും സമയം വേണ്ട. ഉഴുന്ന് ഇത് കുതിർന്ന് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഇട്ട് കുതിർത്തിട്ട് അരയ്ക്കുക. 15 മിനിറ്റിനുള്ളിൽ അരഞ്ഞ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക.